യൂട്യൂബിൻ്റെ മഹാസമുദ്രത്തിൻ്റെ ആഴത്തിൽ മുങ്ങിത്തപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ വളരെ ചിന്താവിഷ്ടയായി ഞാൻ ഇരിക്കുകയാണ്. അപ്പോഴതാ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം ഉദിച്ചു. ആ ആശയത്തിന് ഈ ഒരു കോസ്റ്റ്യൂം ശരിയാവില്ല എന്ന് കരുതി ഞാൻ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാം എന്ന പരിപാടിയിലേക്ക് നടന്നു. കോസ്റ്റ്യൂം സെലക്ഷൻ അത്ര എളുപ്പമുള്ള പണിയൊന്നും അല്ലെങ്കിലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ അതിനെ മനോഹരമാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഞാൻ മെല്ലെ ചുവട് വയ്ക്കുന്നത് അടുക്കള എന്ന മഹാരാജ്യത്തിലോട്ടാണ്. മന്ദം മന്ദം നടന്ന് ഞാൻ അടുക്കള എന്ന രാജ്യത്തിലെത്തി. അതാ അവിടെ നോക്കൂ, രാജാവ് ഭടന്മാരെ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുപ്പിക്കുകയാണ്. കഷ്ടപ്പെടൂ, അധ്വാനിക്കൂ, ഫലം ലഭിക്കും എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ടത്രേ. ഇവയിൽ നിന്നും എൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചത് മറ്റൊരിടത്തേക്കാണ്. ഇതാ നോക്കൂ, ആയുധ പടച്ചട്ടകൾ ഇവിടെ വൃത്തിഹീനമായി കിടക്കുകയാണ്. ഇവയെ ഒന്ന് മിനുക്കിയെടുക്കാൻ സമയം ആവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ആ സമയം എൻ്റെ പക്കലില്ല. എനിക്ക് മറ്റൊരാളെ കാണാൻ പോകേണ്ട അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ. തീർച്ചയായും നിങ്ങളെ ഒരുക്കാൻ ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതാ നോക്കൂ, എൻ്റെ വരവിനായി അവർ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ വരവ് താമസിച്ചതിൻ്റെ പേരിൽ തളർന്നുറങ്ങിക്കാണും പാവങ്ങൾ. അതാ നോക്കൂ, ആരാണ് എൻ്റെ വരവിനായി കാത്തിരിക്കുന്നത്? സുന്ദരന്മാരായ ഇഡ്ഡലിക്കുട്ടന്മാർ. എൻ്റെ വരവിൽ അവർ ആനന്ദ നൃത്തമാടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതാ നോക്കൂ, എത്ര സുന്ദരമായ പുഞ്ചിരി. അവരെ ഞാൻ അവരുടെ ഇരിപ്പിടത്തിലേക്ക് ക്ഷണിച്ചിരുത്തി. എത്ര മനോഹരമായി അവർ സന്തോഷത്താൽ നൃത്തമാടുന്നു. ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾക്കും കാണാൻ കഴിയും. അപ്പോൾ എൻ്റെ പ്രാണസഖിയെ കൊണ്ടുപോകരുതേ എന്ന് നിലവിളിക്കുന്ന സാമ്പാർ, അതാണിവൻ. നിങ്ങൾക്കറിയില്ലേ, ഇഡ്ഡലിയുടെ പ്രാണനായകൻ. അങ്ങനെ ഞാൻ ഇഡ്ഡലിയെ മേശപ്പുറത്തിൻ്റെ മടിത്തട്ടിൽ വെക്കാനായി പോവുകയാണ്. ഇതാ മേശപ്പുറത്തിൻ്റെ മടിത്തട്ട് ഇഡ്ഡലി ആനയിച്ചിരുത്തി. സാമ്പാറിൻ്റെ വരവിനായി കാത്തിരിക്കുന്ന ഇഡ്ഡലിക്കുട്ടന്മാരെ എങ്ങനെ സങ്കടപ്പെടുത്തും? സാമ്പാറിൻ്റെ അരികിലേക്ക് ഞാൻ നടന്നു. എൻ്റെ വരവ് കണ്ട സാമ്പാർ സന്തോഷം കൊണ്ട് നൃത്തമാടി. സന്തോഷത്താൽ നൃത്തമാടുന്ന സാമ്പാറിനെയും എടുത്ത് ഞാൻ ഇഡ്ഡലിയുടെ അടുത്തേക്ക് നടന്നു. സാമ്പാറിനെ ആനയിക്കാൻ മേശയ്ക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഓരോ പ്രാവശ്യം ഇഡ്ഡലിയും സാമ്പാറിനെയും കാണുമ്പോൾ നിങ്ങളും ശ്രമിച്ചോളൂ അവരുടെ പ്രണയകഥ പൂർത്തിയാക്കാൻ. ഇഡ്ഡലിയുമായി ചേരാൻ കിട്ടുന്ന ഒരു അവസരവും സാമ്പാർ പാഴാക്കി കളയില്ല. അങ്ങനെ അക്കരെ ഇക്കരെ നിൽക്കുന്ന സാമ്പാറിനെയും ഇഡ്ഡലിയെയും ഞാനിതാ ഒന്നിപ്പിക്കുകയാണ്. സാമ്പാറിൻ്റെ ഭംഗിയിൽ ഇഡ്ഡലിയുടെ സ്വാദും ഭംഗിയും സോഫ്റ്റ്നെസ്സും ഒക്കെ കൂടിയിട്ടുണ്ട്. ഇതാ നോക്കൂ, എത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിന്ന്. ആഹാ, അതിമനോഹരം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് ആമിന സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ബ്ലറി ബ്ലാസ്റ്റ് വിത്ത് ആമിന ഷാഹിൻ.